വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലുക്കാസ് ചുങ്കത് ജ്വല്ലറി. മസ്തിഷ്ക മരണം സംഭവിച്ച ചെറുതുരുത്തി സ്വദേശി അശോകന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. നാടിനഭിമാനമായ അശോകൻ ഇനി മറ്റുള്ളവരിലൂടെ ജീവിക്കും. തൃശൂരിൽ നടന്നത് ആദ്യത്തെ ഹൃദയദാന ശസ്ത്രക്രിയ. ഘടകകക്ഷികളുടെ സീറ്റുകളിൽ ധാരണയാകാത്തതുമൂലം മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടിക നീളുന്നു. തർക്കം പരിഹരിക്കാൻ ഇരു മുന്നണികളിലും ചർച്ചകൾ സജീവം. ആനവേട്ട കേസിൽ കുറ്റവാളികൾ എത്ര പ്രബലന്മാരായാലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഒരു സമൂഹം ഉയർന്നു വരണമെന്നും മന്ത്രി. പെരിഞ്ഞനം ഇരട്ടക്കൊലപാതക കേസിൽ റിപ്പർ ജയാനന്ദനെ സുപ്രീംകോടതി വെറുതെ വിട്ടു. വൈകാരികമായ തെളിവുകളാണ് കേസിൽ പരിഗണിച്ചിരുന്നതെന്നും സുപ്രീംകോടതി. ജില്ലയിലെ തോട്ടം തൊഴിലാളികൾ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് CITU സംസ്ഥാന സെക്രട്ടറി MM വർഗീസ്. വാർത്തകൾ വിശദമായി. അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ചെറുതുരുത്തി പൈങ്കുളം സ്വദേശി അശോകന്റെ അവയവദാന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു. ഹൃദയം എയർ ആംബുലൻസിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ 27-നുണ്ടായ അപകടത്തെ തുടർന്ന് തൃശൂർ ദയാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച ചെറുതുരുത്തി പൈങ്കുളം സ്വദേശി അശോകന്റെ ഹൃദയം, വൃക്കകൾ, കണ്ണുകൾ, കരൾ എന്നിവയാണ് ദാനം ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ 8:45 ഹൃദയം ഏറ്റുവാങ്ങുന്ന ചെന്നൈ ഫോർട്ടിസ് മലർ ആശുപത്രിയിലെ 2 ഡോക്ടർമാരടങ്ങുന്ന 8-അംഗ വിദഗ്ധ സംഘം ദയാ ആശുപത്രിയിലെത്തി. ചെന്നൈ ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ ശ്രീനാഥ്, ഡോക്ടർ മുരളീകൃഷ്ണൻ, ദയാ ആശുപത്രിയിലെ ഡോക്ടർ അസീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് 3 മണിക്കൂറുകൾ കൊണ്ട് ഹൃദയദാന ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത്. തുടർന്ന് 12:15 ദയാ ആശുപത്രിയുടെ തന്നെ പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ പോലീസിന്റെ അകമ്പടിയോടെ റോഡ് മാർഗം ഹൃദയം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചു. പോലീസ് ഒരുക്കിയ എല്ലാവിധ ട്രാഫിക് നിയന്ത്രണങ്ങൾക്കും ക്രമീകരണങ്ങൾക്കും ശേഷമാണ് ഹൃദയം 41 മിനിറ്റ് കൊണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചത്. വിമാനത്താവളത്തിൽ സജ്ജമായി നിന്ന എയർ ആംബുലൻസിൽ ഹൃദയം ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ചെന്നൈ ഫോർട്ടിസ് ആശുപത്രിയിൽ കഴിയുന്ന പഞ്ചാബ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി വിജയ് കൈനാണ് ഹൃദയം സ്വീകരിക്കുന്നത്. അശോകന്റെ വൃക്കകൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും, കരൾ കൊച്ചി ലേക്ഷോർ ആശുപത്രിയിലും, കണ്ണുകൾ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് മാറ്റിവെക്കും. മണിക്കൂറുകളോളം നീണ്ട പരിശോധനകൾക്കും ശസ്ത്രക്രിയകൾക്കും ശേഷമാണ് അശോകന്റെ അവയവദാന പ്രക്രിയ തൃശൂർ ദയാ ആശുപത്രിയിൽ വിജയകരമായി പൂർത്തീകരിച്ചത്. ജില്ലയിൽ ഇത്തരത്തിൽ ആദ്യമായാണ് ഹൃദയദാന ശസ്ത്രക്രിയ നടത്തുന്നത്. കുടുംബത്തെയും നാടിനെയും ദുഃഖത്തിലാഴ്ത്തി ചെറുതുരുത്തി പൈങ്കുളം സ്വദേശി അശോകൻ യാത്രയായെങ്കിലും അശോകന്റെ അവയവങ്ങൾ ഇനി 6 പേർക്ക് ജീവൻ പകരും. ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. അശോകന്റെ തുടിക്കുന്ന ഹൃദയവുമായി ദയാ ആശുപത്രിയുടെ ആംബുലൻസ് ശരവേഗത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പാഞ്ഞെടുത്തപ്പോൾ ആംബുലൻസ് സാരഥി പാലക്കാട് സ്വദേശി പ്രമോദിന് അത് മറ്റൊരു ജന്മസുഹൃതമായി മാറി. തൃശൂർ ജില്ലയിൽ ആദ്യമായി നടന്ന ഹൃദയദാന ശസ്ത്രക്രിയയുടെ വിജയപൂർത്തീകരണത്തിൽ ഈ ആംബുലൻസ് ഡ്രൈവറുടെ പങ്കും വളരെ വിലപ്പെട്ടതായിരുന്നു. അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ചെറുതുരുത്തി പൈങ്കുളം സ്വദേശി അശോകന്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയ ജീവൻ തുടിക്കുന്ന ഹൃദയം മണിക്കൂറുകൾക്കകം ചെന്നൈയിലെ ഫോർട്ടിസ് മലർ ആശുപത്രിയിൽ എത്തിക്കണമായിരുന്നു. ഇതിനായി രാമവർമ്മപുരത്തെ പോലീസ് അക്കാദമി ഗ്രൌണ്ടിൽ ഹെലികോപ്റ്റർ എത്തിച്ച് ഹൃദയം ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി എയർ ആംബുലൻസിൽ ഹൃദയം ചെന്നൈയിലെത്തിക്കാൻ ഒടുവിൽ തീരുമാനിച്ചു. ഇതോടെയാണ് തൃശൂർ ദയാ ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർ പാലക്കാട് അയിലൂർ സ്വദേശി പ്രമോദിന് തുടിക്കുന്ന ഹൃദയവുമായി പോകുന്ന ആംബുലൻസിന്റെ സാരഥ്യം കൈവന്നത്. 4 വർഷത്തോളമായി ദയാ ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറായി ജോലി നോക്കുന്ന പ്രമോദ് ഈ ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചത് ഒരു ജന്മസുഹൃതമായിട്ടാണ് കാണുന്നത്. പോലീസിന്റെ അകമഴിഞ്ഞ പിന്തുണയും നിർദ്ദേശവും ജാഗ്രതയുമെല്ലാം ദൌത്യ പൂർത്തീകരണത്തിന് ഏറെ സഹായകരമായി എന്ന് പ്രമോദ് പറയുന്നു. ടൈം കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല, മാക്സിമം വേഗം എത്തിക്കുക എന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
പക്ഷെ നമ്മുടെ ഭയം കൊണ്ടോ അല്ലെങ്കിൽ ഈ നമ്മൾ വെക്കാൻ പോകുന്ന വ്യക്തികളുടെ ഭയം കൊണ്ടോ അറിയില്ല, കറക്റ്റ് 40 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ എത്താൻ പറ്റി. നമ്മളോട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, പോലീസായാലും നാട്ടുകാരായാലും നല്ല രീതിയിൽ വേണ്ട പോലെ സഹകരിച്ചിട്ടുണ്ട്. യാത്രക്കിടയിൽ അങ്കമാലിയിൽ നേരിയ തടസ്സം അനുഭവപ്പെട്ടതാണ് 40 മിനിറ്റിൽ നിന്നും ദൌത്യപൂർത്തീകരണം 41 മിനിറ്റിലേക്ക് നീളാൻ കാരണമായത്. ഹൃദയവുമായി പോയ ആംബുലൻസിനൊപ്പം തന്നെ ചെന്നൈയിൽ നിന്നെത്തിയ സംഘത്തെയും കൊണ്ടുപോകാനുള്ള ദൌത്യം പ്രമോദിനൊപ്പം കൈവന്നത് ആശുപത്രിയിലെ തന്നെ ആംബുലൻസ് ഡ്രൈവറായ പാടൂക്കാട് സ്വദേശി പ്രദീപിനായിരുന്നു. പോലീസ് കൺട്രോൾ റൂമിന്റെ അകമ്പടി വാഹനവും പോലീസ് ക്രമീകരണവും ആശുപത്രി അധികൃതരുടെ മികച്ച പിന്തുണയും കൂടി ഒത്തുചേർന്നതോടെ കിലോമീറ്ററുകൾ നീണ്ട ദൌത്യം ഇവർ നിഷ്പ്രയാസം മറികടക്കുകയും ചെയ്തു. തങ്ങളിൽ ഏൽപ്പിച്ച വലിയ ദൌത്യം മികച്ച കൃത്യതയിലും ആത്മാർത്ഥതയിലും പൂർത്തീകരിച്ച ഇവർ ഏറെ സംതൃപ്തിയോടെയാണ് വീണ്ടും ജോലിയിലേക്ക് സാധാരണ എന്ന പോലെ വ്യാപൃതരാവുന്നത്. TCV ന്യൂസ്, തൃശൂർ. അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച പൈങ്കുളം സ്വദേശി അശോകന് നാടിന്റെ അന്ത്യാഞ്ജലി. തൃശൂർ ദയ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് അശോകന്റെ മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. തുടർന്ന് അശോകന്റെ ഹൃദയം, വൃക്കകൾ, കണ്ണുകൾ, കരൾ എന്നിവ ബന്ധുക്കളുടെ അനുമതിയോടെ ദാനം ചെയ്തിരുന്നു. മണിക്കൂറുകൾ നീണ്ട അവയവദാന ശസ്ത്രക്രിയകൾ പൂർത്തീകരിച്ച് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് ചെറുതുരുത്തി പോലീസെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. തുടർന്ന് മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമാണ് മൃതദേഹം ചെറുതുരുത്തി പൈങ്കുളത്തെ വസതിയിലേക്ക് കൊണ്ടുപോയത്. അശോകന്റെ മരണവാർത്ത അറിഞ്ഞതു മുതൽ തൃശൂർ ദയ ആശുപത്രിയിലേക്കും വീട്ടിലേക്കും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും CPM, DYFI പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും വൻ നിരയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. കെ രാധാകൃഷ്ണൻ MLA, CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, DYFI ജില്ലാ സെക്രട്ടറി C സുമേഷ് തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അശോകന്റെ വേർപാടിന്റെ വേദനയിലും അവയവദാനത്തിലൂടെ 6 പേർക്ക് പുതുജീവൻ പകർന്നു നൽകാൻ അനുമതി നൽകിയ അശോകന്റെ കുടുംബത്തെ കെ രാധാകൃഷ്ണൻ MLA പ്രത്യേകം പരാമർശിച്ചു. ആരോഗ്യരംഗത്ത് വലിയൊരു നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ തൃശൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ദയാ ഹോസ്പിറ്റലിൽ വെച്ച് ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തി ഒരു ഹൃദയം മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാവും. നമ്മുടെ ഇതിന്റെ കുടുംബാംഗങ്ങൾ, ഈ അശോകൻ എന്ന് പറയുന്ന സുഹൃത്ത് DYFIയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അതിന് വില്ലിംഗ് ആയി എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. 6 പേരിലൂടെ തങ്ങളുടെ പ്രിയ അശോകൻ ജീവിക്കും എന്ന നൊമ്പര മുദ്രാവാക്യങ്ങളുമായാണ് ജന്മനാട് അശോകന് യാത്രാമൊഴി നൽകിയത്. വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ 100 കണക്കിന് നാട്ടുകാർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി എത്തിച്ച മൃതദേഹം ചെറുതുരുത്തി ശാന്തി തീരത്ത് രാത്രി സംസ്കരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഘടകകക്ഷികളുടെ സീറ്റുകളിൽ ധാരണയാകാത്തതുമൂലം മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടിക നീളുന്നു. തർക്കം പരിഹരിക്കാൻ ഇരു മുന്നണികളിലും മാരത്തോൺ ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ്. UDFിൽ തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സീറ്റുകളിലാണ് തർക്കങ്ങൾ തുടരുന്നത്. UDF ഘടകകക്ഷിയായ ജനതാദൾ U ഇത്തവണ കോർപ്പറേഷനിലേക്ക് 4 സീറ്റ് ചോദിച്ചതാണ് തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. നിലവിൽ 2 സീറ്റാണ് ജനതാദൾ യുവിനുള്ളത്. ഇതിനു പുറമെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒല്ലൂർ ടൌൺ സീറ്റ് കോൺഗ്രസ് എം തിരിച്ചു ചോദിച്ചു. പകരം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നത് സംബന്ധിച്ച് ധാരണയിലെത്താൻ കഴിയാത്തതാണ് പുതിയ തർക്കങ്ങൾക്ക് കാരണം. ജില്ലാ പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ അതിരപ്പള്ളി, കാട്ടൂർ ഡിവിഷനുകളിൽ അതിരപ്പള്ളി ഡിവിഷൻ കോൺഗ്രസ് തിരിച്ചെടുത്ത് ജനതാദൾ യുവിന് നൽകാനുള്ള നീക്കവും സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടുന്നതിന് കാരണമായിട്ടുണ്ട്. 30% പഞ്ചായത്തുകളിലും തർക്കങ്ങൾ തുടരുന്നത് UDFിന്റെ വിഭജന ചർച്ച പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലായി. UDFിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കൺവീനർ ജോസഫ് ചാലിശ്ശേരി, DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടി, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V ബലറാം, MLAമാരായ തേറമ്പിൽ രാമകൃഷ്ണൻ, PA മാധവൻ, MP വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ഘടകകക്ഷി നേതാക്കളുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇടതുമുന്നണിയിൽ ഇത്തവണ പുതിയ ഘടകകക്ഷികൾ എത്തിയത് സീറ്റ് വിഭജനത്തെയും ബാധിച്ചു. CMP, കേരള കോൺഗ്രസ് B എന്നീ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാനുള്ള നീക്കമാണ് LDFിൽ സജീവമായിട്ടുള്ളത്. കേരള കോൺഗ്രസ് ബിയും CMPയും കോർപ്പറേഷനിലേക്ക് സീറ്റ് ആവശ്യപ്പെട്ടത് ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കി. ഇടതുമുന്നണി സംവിധാനത്തിലല്ലെങ്കിലും INLന് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനുള്ള നീക്കവും ഇടതുമുന്നണി നേതൃത്വം സജീവ ചർച്ചാ വിഷയമായി പരിഗണിച്ചിരിക്കുകയാണ്. 3 പഞ്ചായത്തുകളിലാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ ഇപ്പോഴും തർക്കം തുടരുന്നത്. പഴയന്നൂർ, അന്തിക്കാട്, പാറളം പഞ്ചായത്തുകളിലാണ് തർക്കം. ചില ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് പദം ആർക്ക് നൽകുമെന്നത് സംബന്ധിച്ച് CPM, CPIയുമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. അതേസമയം സീറ്റ് വിഭജന ചർച്ച നീണ്ടുപോകുന്നതിനിടെ CPM ജില്ലാ കമ്മിറ്റി വ്യാഴാഴ്ച ചേർന്ന് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി. CPI ജില്ലാ കമ്മിറ്റി യോഗവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗവും വെള്ളിയാഴ്ച ചേരും.
തർക്കങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന് LDF ജില്ലാ കൺവീനർ കെ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ 12, 13 തീയതികളിലായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും LDF കൺവീനർ അറിയിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വ്യാഴാഴ്ച 5 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ 2 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. കടങ്ങോട്, അളഗപ്പ നഗർ, കാടുകുറ്റി എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഓരോ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. തൃശൂർ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് റിബൽ ഭീഷണി. കോർപ്പറേഷൻ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ നടന്ന സീറ്റ് വിഭജന ചർച്ചയിൽ പത്മജ വേണുഗോപാൽ പക്ഷത്തിന് സീറ്റുകൾ നൽകാത്തതിനെ തുടർന്നാണ് കോർപ്പറേഷനിലെ മിഷൻ ക്വാർട്ടേഴ്സ്, ചേറൂർ, പുതൂർക്കര, ചേലക്കോട്ടുകര ഡിവിഷനുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് റിബൽ ഭീഷണി ഉയർന്നിരിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് UDF നേതൃത്വം പത്മജ വേണുഗോപാൽ, കെ മുരളീധരൻ എന്നിവരുമായി ചർച്ചകൾ തുടരുകയാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പോലീസിന്റെ ഉന്നതതല യോഗം വെള്ളിയാഴ്ച ചേരും. IG സുരേഷ് രാജ് പുരോഹിതിന്റെ നേതൃത്വത്തിൽ റൂറൽ SP ഓഫീസിലാണ് യോഗം. SIമാർ മുതൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സംശയ നിവാരണത്തിന് സംസ്ഥാന മോണിറ്ററിംഗ് സെൽ രൂപീകരിച്ചു. പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായാണ് സെൽ രൂപീകരിച്ചിരിക്കുന്നത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ചട്ടലംഘനം പരിശോധിക്കുന്നതിനും കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗം വെള്ളിയാഴ്ച ചേരുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ആനവേട്ട കേസിൽ കുറ്റവാളികൾ എത്ര പ്രബലന്മാരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിച്ച വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആനവേട്ട കേസിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കുറ്റവാളികൾക്കും ഗൂഢാലോചന നടത്തിയവർക്കും ഒരുപോലെ അർഹമായ ശിക്ഷ വാങ്ങി നൽകും. ആനവേട്ടയിൽ കോടീശ്വരന്മാർ വാഴുകയാണ്. ആനവേട്ട കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും യഥാർത്ഥ പ്രതികളെ ഉടൻ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുറ്റം ചെയ്തവനെയും കുറ്റം ചെയ്യിച്ചവനെയും ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കേസിനകത്ത് നമ്മളെ വനം വകുപ്പ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അഭിനന്ദനാർഹമായ രൂപത്തിൽ ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അവർ എത്ര പ്രബലന്മാരായാലും ശരി, ആ പ്രബലന്മാരെ നീതിക്ക് മുമ്പിൽ, നിയമത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യാൻ വനം വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണ്. ആനവേട്ട കേസ് അന്വേഷിക്കുന്ന ടീമിനും ആനവേട്ടയ്ക്കെതിരെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു സമൂഹം ഉയർന്നു വരണമെന്നും എങ്കിലേ ദൈവത്തിന്റെ സ്വന്തം നാട് നിലനിൽക്കുകയുള്ളൂവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ വന്യജീവി വാരാഘോഷ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാരായ ഡോക്ടർ BS കോറി, G ഹരികുമാർ, കൌൺസിലർ പ്രൊഫസർ അന്നം ജോൺ, PK കേശവൻ, L ചന്ദ്രശേഖരൻ, ഡോക്ടർ PS ഈസ, ഡോക്ടർ K വിദ്യാസാഗർ എന്നിവർ സംസാരിച്ചു. സമാപനത്തോടനുബന്ധിച്ച് ജനബോധന റാലി, വനം വന്യജീവി ബോധവൽക്കരണ പ്രദർശനം എന്നിവയും നടന്നു. TCV ന്യൂസ്, തൃശൂർ. പെരിഞ്ഞനം ഇരട്ടക്കൊലപാതക കേസിൽ റിപ്പർ ജിയാനന്ദനെ സുപ്രീംകോടതി വെറുതെ വിട്ടു. പെരിഞ്ഞനം ഇരട്ടക്കൊലപാതക കേസിൽ റിപ്പർ ജിയാനന്ദനെ ഹൈക്കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഈ വിധിയാണ് സുപ്രീംകോടതി ശരിവച്ചത്. റിപ്പർ ജിയാനന്ദനെ ഹൈക്കോടതി വെറുതെ വിട്ടതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് സുപ്രീംകോടതി ഹൈക്കോടതി വിധി ശരിവച്ച് ഉത്തരവിട്ടത്. വൈകാരികമായ തെളിവുകളാണ് കേസിൽ പരിഗണിച്ചിരുന്നതെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. റിപ്പർ ജിയാനന്ദിനു വേണ്ടി അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ കോടതിയിൽ ഹാജരായി. 2004 പെരിഞ്ഞനം കൊലപാതകം നടന്നത്. കേസിൽ ജില്ലാ സെഷൻസ് കോടതി ജിയാനന്ദിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അനിശ്ചിതകാല സമരം നടത്തുന്ന ജില്ലയിലെ തോട്ടം തൊഴിലാളികൾ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CITU സംസ്ഥാന സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തോട്ടം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഉടമകൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണെന്നും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും MM വർഗീസ് പറഞ്ഞു. സംയുക്ത സമരസമിതി ചെയർമാൻ ആന്റണി കുറ്റുകാരൻ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA, ജനറൽ കൺവീനർ VG വാസുദേവൻ നായർ, INTUC നേതാവ് ജോസ് ടാലിശ്ശേരി, മുൻ MLA MK പോൾസൺ, AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ,
വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ഷാഹുൽ ഹമീദ്, മോഹനൻ, കെ രാമചന്ദ്രൻ, MK തങ്കപ്പൻ, ഗിരീഷ്, മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മിനിമം കൂലി 500 രൂപയാക്കുക, 20% ബോണസ് നൽകുക, തൊഴിലാളികൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തോട്ടം തൊഴിലാളികൾ 13 ദിവസമായി സമരം നടത്തുകയാണ്. പാലപ്പിള്ളിയിലെയും വാണിയമ്പാറയിലെയും തോട്ടം തൊഴിലാളികളാണ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. നിരവധി പേർ മാർച്ചിൽ പങ്കാളികളായി. ബാരിക്കേഡ്, ജലപീരങ്കി തുടങ്ങിയവയുമായി തൃശൂർ ACP ശിവവിക്രമന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. കേരളവർമ്മ കോളേജിലെ ബീഫ് ഫെസ്റ്റ് വിവാദത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച അധ്യാപകയ്ക്കെതിരെ നടപടി വേണമോ എന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് വെള്ളിയാഴ്ച തീരുമാനമെടുക്കും. രാവിലെ 10-ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രത്യേക യോഗം ചേർന്നാണ് വിഷയം ചർച്ച ചെയ്യുക. മലയാളം അധ്യാപിക ദീപ നിശാന്ത് ഫേസ്ബുക്കിലൂടെ ബീഫ് ഫെസ്റ്റിനെ അനുകൂലിച്ചെന്ന ആരോപണം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. സംഭവത്തെക്കുറിച്ച് അധ്യാപികയുടെ വിശദീകരണമടക്കമുള്ള അന്വേഷണ റിപ്പോർട്ട് കോളേജ് പ്രിൻസിപ്പാൾ CM ലത കൊച്ചിൻ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ മാത്രം അധ്യാപകയ്ക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് ബോർഡ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ദേവസ്വം ബോർഡിന്റെ നടപടിക്കെതിരെ വിവിധ മേഖലകളിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി വിവാദ വ്യവസായി മുഹമ്മദ് നിസാം നൽകിയ ജാമ്യ ഹർജി സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. സർക്കാരിന് വേണ്ടി കോടതിയിൽ അഡ്വക്കേറ്റ് കപിൽ സിബൽ ഹാജരാകും. പ്രതി നിസാം സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണിത്. കേസിൽ ജാമ്യം നേടി വിചാരണ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നിസാം നടത്തുന്നതെന്ന് സൂചനയുണ്ട്. നിസാമിന് വേണ്ടി അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെ കോടതിയിൽ ഹാജരായേക്കുമെന്നും അറിയുന്നു. ഹൈക്കോടതിയിൽ നിസാം നൽകിയ ജാമ്യ ഹർജി നേരത്തെ തള്ളിയിരുന്നു. ദേശീയപാത കുതിരാനിൽ കാറിൽ കടത്തിയ 360 കുപ്പി മദ്യം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പീച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ സ്വദേശി ജിഷ്ണു, കുന്നംകുളം സ്വദേശി സജീഷ് എന്നിവരാണ് പിടിയിലായത്. അംബാസിഡർ കാറിലാണ് മദ്യം കടത്തിയിരുന്നത്. ഇവരോടൊപ്പമുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. മദ്യം കടത്തിയ അംബാസിഡർ കാറിന് എസ്കോർട്ട് പോയിരുന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൽ KSEB ആന്റി തെഫ്റ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സോണി, അസിസ്റ്റന്റ് എഞ്ചിനീയർ KA ശശിധരൻ, സബ് എഞ്ചിനീയർ സനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. KSEB ദേവസ്വത്തിന് നൽകുന്ന വൈദ്യുതി 28% അധിക വിലയ്ക്കാണ് ദേവസ്വംവക കെട്ടിടത്തിലെ വാടകക്കാർക്കും കരാറുകാർക്കും നൽകുന്നതെന്ന് കണ്ടെത്തി. എന്നാൽ ഇതിന്റെ ലാഭം ദേവസ്വത്തിന് ലഭിക്കുന്നില്ല. ചില സ്ഥാപനങ്ങൾക്ക് ഇളവ് നൽകുന്നതിനാലാണ് ഈ ലാഭം ദേവസ്വത്തിന് ലഭിക്കാത്തത്. പല സ്ഥാപനങ്ങളും വൻ കുടിശ്ശിക ദേവസ്വത്തിന് നൽകാനുണ്ട്. ദേവസ്വം ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ക്രമക്കേടുകളുണ്ടെന്ന് പ്രതികരണവേദി ജനറൽ കൺവീനർ വേണുഗോപാൽ പാഴൂർ KSEB വിജിലൻസ് വിഭാഗത്തിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത്. പുല്ലഴി കോൾപ്പാടത്ത് ചണ്ടി വാരുന്നതിനിടെ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പുല്ലഴി രാമകൃഷ്ണനഗർ സ്വദേശി നാക്കേത്ത് കുഞ്ഞയ്യപ്പൻ മകൻ 32 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. തൃശൂർ ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം നടന്നു. നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മേഖലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K ഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ PM നാസർ, CCTV മാനേജിംഗ് ഡയറക്ടർ KT സഹദേവൻ, സാട്രോൺ മാനേജിംഗ് ഡയറക്ടർ പോൾ ജേക്കബ്, മേഖലാ വൈസ് പ്രസിഡന്റ് PM സോമൻ, ട്രഷറർ ബിജു എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷനായി. ജില്ലാ സംഘടനാ റിപ്പോർട്ട് COA ജില്ലാ സെക്രട്ടറി PB സുരേഷും, കേരള വിഷൻ റിപ്പോർട്ട് മാനേജിംഗ് ഡയറക്ടർ PM നാസറും, മേഖലാ സംഘടനാ റിപ്പോർട്ട് സെക്രട്ടറി KA യാക്കൂബും, സാമ്പത്തിക റിപ്പോർട്ട് ട്രഷറർ CA ബിജുവും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് പ്രമോദ് കുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജോസ് ടേലക്കൽ, കേരള വിഷൻ ചെയർമാൻ KB ബൈജു, മേഖലാ വൈസ് പ്രസിഡന്റ് PM സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലയുടെ പുതിയ പ്രസിഡന്റായി അമ്പലപ്പാട്ട് മണികണ്ഠനെയും സെക്രട്ടറിയായി KA അജീഷിനെയും ട്രഷററായി CO ബിജുവിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. വാർത്തകളിലേക്ക്. വടക്കേക്കാട് പ്രവാസി വ്യവസായിയുടെ വീട്ടിൽ നിന്ന് 500 പവൻ കവർന്ന സംഭവത്തിൽ അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന.
സൂചനകളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്, ബംഗളൂരു എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം കൂടുതൽ ശക്തമാക്കി. അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് സൂചന. കഴിഞ്ഞ മാസം 29-നാണ് കവർച്ച നടന്നത്. ഇനി പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനവിധി. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന UDF-ലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൃപ്രയാറിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനം ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 12 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ചടങ്ങിൽ പ്രഖ്യാപിച്ചത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിർവഹിച്ചു. 1-ാം വാർഡിൽ ഇന്ദിര ജനാർദ്ദനൻ, 4-ൽ PM സിദ്ദിഖ്, 5-ാം വാർഡിൽ ശ്രീദേവി ഷൺമുഖൻ, 6-ൽ KV സുകുമാരൻ, 7-ൽ MV വിമൽകുമാർ, 8-ാം വാർഡിൽ ബിന്ദു പ്രദീപ്, 9-ൽ P വിനു, 10-ൽ NK ഉദയകുമാർ, 11-ൽ MR രാജൻ, 12-ൽ CG അജിത് കുമാർ, 13-ൽ ഹേമ പ്രേമൻ, 14-ാം വാർഡിൽ ലളിത മോഹൻദാസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. പഞ്ചായത്തിലെ 2ഉം 3ഉം വാർഡുകളിൽ ലീഗ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടി ചെല്ലുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് രാഷ്ട്രീയം പറയരുതെന്ന് നിർദ്ദേശം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കാണ് തൃപ്രയാറിൽ നടന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനത്തിൽ വോട്ടർമാരുടെ രാഷ്ട്രീയം പറയരുതെന്ന നിർദ്ദേശം നൽകിയത്. വോട്ടർമാരോട് മാത്രമല്ല, പ്രചാരണ പരിപാടിയിലും സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയം പറയരുത്. വോട്ടർമാരുടെ വീടുകളിലെത്തുമ്പോൾ അവരിൽ ഒരാളാകാൻ ശ്രമിക്കുക, സഹിഷ്ണുത പുലർത്തുക, കഴിവതും കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയും ആഭരണങ്ങൾ ധരിക്കുന്നതിൽ ധാരാളിത്തം ഒഴിവാക്കുകയും ചെയ്യണമെന്നും നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറേണ്ടതില്ലെന്നും വോട്ടർമാർക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ഒപ്പമുണ്ടെന്ന ഉറപ്പും കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് നൽകി. പൊയ്യ ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് അംഗമായ മുൻ പ്രസിഡന്റ് റംല നൌഷാദ് UDF ഘടകകക്ഷിയായ ജനതാദൾ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ധാരണയായി. കഴിഞ്ഞ തവണ വിജയിച്ച 3-ാം വാർഡിൽ തന്നെ സ്വതന്ത്രയെ മത്സരിക്കുവാൻ റംല നൌഷാദ് തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ വാർഡ് UDF ധാരണ അനുസരിച്ച് ജനതാദളിന് നൽകുകയായിരുന്നു. മത്സരത്തിൽ നിന്ന് മാറില്ലെന്നറിയിച്ച റംലയെ സമീപിച്ച് ജനതാദൾ നേതാക്കൾ അവരുടെ സ്ഥാനാർത്ഥിയാകാൻ നിർദ്ദേശം വെച്ചു. ഈ നിർദ്ദേശം അംഗീകരിച്ച റംല നൌഷാദ് UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകും. UDF ഭരണസമിതിയിൽ പ്രസിഡന്റായിരുന്ന റംല നൌഷാദിനെ കോൺഗ്രസിലെ അംഗങ്ങൾ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയിരുന്നു. പാർട്ടി വിപ്പ് ലംഘിച്ചതിനാണ് റംല നൌഷാദിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്. ഇതേ തുടർന്ന് വിപ്പ് ലംഘിച്ച അംഗങ്ങൾക്കെതിരെ DCC നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. എന്നാൽ ഈ കേസിന്റെ അവസാനഘട്ടത്തിൽ പാർട്ടി നേതൃത്വം റംലയെ തള്ളി വിമധുരമായി ചേരുകയായിരുന്നു. വിപ്പ് ലംഘിച്ചവരെ മാത്രം സംരക്ഷിക്കുന്ന നിലപാട് നേതൃത്വം സ്വീകരിച്ചു എന്നാരോപിച്ച് റംല നൌഷാദ് പിന്നീട് പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് റംല നൌഷാദിനെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസിൽ അഭിപ്രായം ഉയർന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കോൺഗ്രസ് ലീഗ് സീറ്റ് വിഭജനം കീറാമുട്ടിയാകുന്നു. 9 സീറ്റ് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗ് മുന്നണിയിൽ ധാരണയായില്ലെങ്കിൽ 10 വാർഡുകളിൽ തനിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഇക്കുറിയും 2 സീറ്റ് നൽകാമെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. സീറ്റ് ധാരണയ്ക്ക് വേണ്ടി ആദ്യം വിളിച്ച ചർച്ച കോൺഗ്രസ് നേതാക്കൾ എത്താത്തതിനാൽ നടന്നിരുന്നില്ല. ഇതേ തുടർന്ന് കോൺഗ്രസ് തങ്ങളെ അവഹേളിച്ചെന്നാരോപിച്ച് ലീഗ് നേതൃത്വം 9 സീറ്റ് വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു. ഇതിന് മറുപടിയായി ലീഗിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് തുറന്നടിച്ചു. പറഞ്ഞിടത്തുനിന്ന് പിൻവാങ്ങുവാനുള്ള നാണക്കേടാണ് ഇരു വിഭാഗത്തെയും വിട്ടുവീഴ്ചയിൽ നിന്ന് പിറകോട്ട് വലിക്കുന്നതെന്ന് സൂചനയുണ്ട്. ധാരണ അകന്നുപോയാൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന സ്ഥിതിവിശേഷമുണ്ടാകുമെന്നും അറിയുന്നു. ഇനി ചരിത്ര വഴികൾ. ആയിരത്തി 1921 തൃശൂർ നഗരസഭ രൂപീകൃതമാകുന്നത്. ഒട്ടേറെ പ്രമുഖരുടെ ഭരണ സാരഥ്യത്തിന് വേദിയായ തൃശൂർ നഗരസഭ 2000 കോർപ്പറേഷനായി ഉയർത്തപ്പെട്ടത്. 1921 തെരഞ്ഞെടുക്കപ്പെട്ട സമിതി നഗരഭരണം ആരംഭിക്കുന്നതിനു മുൻപേ ടൌൺ കൌൺസിലും സാനിറ്ററി ബോർഡുമാണ് തൃശൂരിന്റെ ഭരണസാരഥ്യം നിർവഹിച്ചിരുന്നത്.
ഒരു സിവിൽ സർജന്റെ കീഴിലുള്ള സാനിറ്ററി ബോർഡ് നഗരശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം, വിളക്കുവെപ്പ്, പകർച്ചവ്യാധികൾ തടയൽ എന്നിങ്ങനെയുള്ള ഉദ്യമങ്ങളാണ് നിർവഹിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ തൃശൂർ ടൗൺ ഹാൾ കോമ്പൌണ്ടിലും പിന്നീട് തൃശൂർ ഷൊർണൂർ റോഡിലുമാണ് നഗരഭരണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. കെ കൊച്ചുഗോവിന്ദന്മാരായിരുന്നു ആദ്യ നഗരപിതാവ്. 1932 അന്നത്തെ നഗരപിതാവായ AR മേനോനാണ് കാളവണ്ടിപ്പേട്ടയായിരുന്ന ഇടത്ത് നിലവിലുള്ള നഗരസഭാ കെട്ടിടം പണിയാൻ മുൻകൈയെടുത്തത്. 1932 ജൂലൈ 7 ദിവാൻ CD ഹർബർട്ട് കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചു. കൊച്ചി ദിവാൻ JW ബോർ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 1937 മുതലാണ് നഗരസഭ വൈദ്യുതി വിതരണം ആരംഭിക്കുന്നത്. വൈദ്യുതി വിതരണ ചുമതല സ്വന്തമായി നിർവഹിക്കുന്ന കേരളത്തിലെ ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശൂർ. 2000 ഒക്ടോബർ 1 തൃശൂർ കോർപ്പറേഷൻ രൂപീകൃതമായി. മുനിസിപ്പാലിറ്റി മേഖലയോടൊപ്പം സമീപ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്താണ് കോർപ്പറേഷൻ രൂപീകൃതമായത്. തൃശൂർ മുനിസിപ്പാലിറ്റി പ്രദേശത്തോടൊപ്പം കുറുക്കഞ്ചേരി സോൺ, ഒല്ലൂർ സോൺ, അയ്യന്തോൾ സോൺ, വിൽവട്ടം സോൺ, ഒല്ലൂക്കര സോൺ എന്നീ 5 മേഖലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. കോൺഗ്രസിലെ ജോസ് കാട്ടൂക്കാരനായിരുന്നു ആദ്യ മേയർ. തുടർന്ന് കോൺഗ്രസിലെ K രാധാകൃഷ്ണൻ, CPM-ലെ പ്രൊഫസർ R ബിന്ദു, കോൺഗ്രസിലെ IP പോൾ, രാജൻ പല്ലൻ എന്നിവർ കോർപ്പറേഷന്റെ ഭരണസാരഥികളായി. 2005 നടന്ന തെരഞ്ഞെടുപ്പിലാണ് LDF ഭരണസമിതി ആദ്യമായി തൃശൂർ കോർപ്പറേഷന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തത്. കോർപ്പറേഷൻ രൂപീകരണ സമയത്ത് 50 ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2010 ഡിവിഷൻ പുനഃക്രമീകരണത്തോടെ 55 ഡിവിഷനുകൾ രൂപീകൃതമായി. ഇടക്കാലത്ത് തൃശൂർ നഗരസഭാ ഭരണം അഡ്മിനിസ്ട്രേറ്റർ ഏറ്റെടുത്തിട്ടുണ്ട്. 1954 നിലവിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ട ശേഷം 3.5 വർഷത്തോളം അഡ്മിനിസ്ട്രേറ്ററാണ് ഭരണം നിർവഹിച്ചത്. തൃശൂർ കളക്ടർമാരായിരുന്ന അഡ്വക്കേറ്റ് CH ദാമോദരൻ നമ്പ്യാർ, പ്രഗത്ഭനായ വിനോദ് റായ്, V രാജഗോപാൽ എന്നിവരായിരുന്നു ആ ചുമതല നിർവഹിച്ചവർ. ജനവിധിയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ മനസ്സ് തേടിയുള്ള TCVയുടെ സെഗ്മെന്റ് തദ്ദേശം 2015. പതിമൂന്ന് വാർഡുകളുള്ള ചൊവ്വന്നൂർ പഞ്ചായത്തിൽ ഇത്തവണ തീപാറും. അവിശ്വാസ പ്രമേയവും കൂറുമാറ്റവും ഉപതെരഞ്ഞെടുപ്പുമായി സംഭവബഹുലമായിരുന്നു ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF 6, UDF 5, BJP സ്വതന്ത്രൻ 1, SDPI 1 എന്നതായിരുന്നു ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കക്ഷിനില. LDF ഭരണമേറ്റെടുത്ത 2 വർഷത്തിനു ശേഷം UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് അംഗം ചിത്ര വിനോഭാജി LDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയും CPM പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡന്റാവുകയുമായിരുന്നു. കൂറുമാറ്റ നിയമപ്രകാരം അവരെ അയോഗ്യയാക്കിയപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു. ഇപ്പോൾ LDF 7, UDF 4, BJP സ്വതന്ത്രൻ 1, SDPI 1 എന്നതാണ് കക്ഷിനില. 18.39 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പഞ്ചായത്തിൽ 13,000-ൽ പരമാണ് ജനസംഖ്യ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മുനിമടകളും മറ്റും സ്ഥിതി ചെയ്യുന്ന ഈ ഭൂപ്രദേശം ചരിത്ര സ്മാരകങ്ങളുടെ ഭൂമി കൂടിയാണ്. 1951 പഞ്ചായത്ത് രൂപീകരിക്കുന്നത്. മാഞ്ചേരി, ചൊവ്വന്നൂർ, പൂശപ്പള്ളി, പഴുന്നാന, തെക്കുമുറി, ചെമ്മന്തട്ട, പുതുശ്ശേരി നോർത്ത്, പന്തല്ലൂർ എന്നീ വാർഡുകളിൽ ഇത്തവണ വനിതാ സംവരണമാണ്. കഴിഞ്ഞ ഭരണകാലം ജനങ്ങളുടെ അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകിയെന്ന് ഭരണപക്ഷം അവകാശപ്പെടുന്നു. പഴുന്നാനയിൽ പുതിയ ആരോഗ്യ കേന്ദ്രം തുടങ്ങാനായത് ഇവർ പ്രത്യേകം എടുത്തു പറയുന്നു. ഖരമാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റുകൾ സ്ഥാപിക്കുകയും കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി ഭരണപക്ഷം പറയുന്നു. എന്നാൽ വികസനം കടലാസിൽ മാത്രമായിരുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. റോഡുകളുടെ തകർച്ച, അഴിമതി എന്നിവ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. BJPയും SDPIയും പഞ്ചായത്തിലെ നിർണായക ശക്തിയാകാനുള്ള ഒരുക്കത്തിലാണ്. പോരാട്ടം തീപാറുമ്പോൾ ആര് ഭരിക്കും പഞ്ചായത്ത് എന്ന ആകാംക്ഷയിലാണ് ചൊവ്വന്നൂരിലെ വോട്ടർമാർ. കൂരിക്കുഴി പന്നംപള്ളിയിൽ റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന കോളേജ് വിദ്യാർത്ഥിനിയെ കാറിലെത്തിയ 3-അംഗ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. സംഭവം കണ്ട് വിദ്യാർത്ഥിനിയെ രക്ഷിക്കാൻ ശ്രമിച്ച പ്രദേശവാസി യുവാവിനെ സംഘം മർദ്ദിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:00-ഓടെയായിരുന്നു സംഭവം. വലപ്പാടുള്ള സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി കൂട്ടുകാരോടൊപ്പം പന്നംപള്ളിയിൽ ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പിറകെത്തിയ സംഘം ശല്യം ചെയ്യുകയും കാറിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ സമയം ഉമ്മയുമൊത്ത് ബൈക്കിൽ പോകുകയായിരുന്ന നെടിയപ്പറമ്പിൽ മുനീർ ബൈക്ക് നിർത്തി ചോദ്യം ചെയ്ത് പെൺകുട്ടിയെ സംഘത്തിൽ നിന്ന് മോചിപ്പിച്ചു. പ്രകോപിതരായ സംഘം യുവാവിനെ മർദ്ദിക്കുകയും കാറോടിച്ച് യുവാവിനെ റോഡിലൂടെ 150 മീറ്ററോളം വലിച്ചിഴയ്ക്കുകയും ചെയ്തു. സംഭവം കണ്ട് നാട്ടുകാർ ഓടിക്കൂടുന്നതിനിടയിൽ സംഘം രക്ഷപ്പെട്ടു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ മുനീറിനെ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പരാതിയെ തുടർന്ന് മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.
വാർത്തകൾ തുടരുന്നു. വാഹന പരിശോധനയ്ക്കിടയിൽ വനിതാ എസ്ഐയെ ആക്രമിക്കാൻ ശ്രമം. ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂരിൽ വെച്ചാണ് വനിതാ എസ്ഐ ഇന്നലെയെ സ്കൂട്ടറിലെത്തിയ മധ്യവയസ്കൻ ആക്രമിക്കാൻ ശ്രമിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരിഞ്ഞാലക്കുട ഗാന്ധിഗ്രാം സ്വദേശി സെബാസ്റ്റ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ല കിരീടം നേടി. തിരുവനന്തപുരം 663 പോയിന്റ് നേടിയാണ് കിരീടം ഉറപ്പിച്ചത്. ആതിഥേയരായ തൃശൂർ 168 പോയിന്റുമായി രണ്ടാം സ്ഥാനം നേടി. 137 പോയിന്റോടെ എറണാകുളം ജില്ലയാണ് മൂന്നാം സ്ഥാനം നേടിയത്. അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പറപ്പൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന റോസ് ബേക്കറി കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 12ഓടെയാണ് ബേക്കറിക്ക് തീപിടിച്ചത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. പറപ്പൂർ സ്വദേശികളായ കാക്കശ്ശേരി വീട്ടിൽ ഫ്രാൻസിസ്, കുര്യാക്കോസ്, ജോസഫ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 3 റൂമുകളോടുകൂടിയ ബേക്കറി പൂർണ്ണമായും കത്തിനശിച്ചു. തൃശൂരിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് തീയണച്ചത്. 40 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ബേക്കറി ഉടമകൾ പറഞ്ഞു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന തോളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജീപ്പിന് ബേക്കറിയിൽ നിന്നുള്ള തീ പടർന്ന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. തീപിടുത്തമുണ്ടായി അധികം കഴിയും മുമ്പ് ജീപ്പ് മാറ്റിയിട്ടതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവായി. ബേക്കറി പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്ത് കെട്ടിടത്തിന് മുകൾ നിലയിലുള്ള പറപ്പൂർ സഹകരണ ബാങ്കിന്റെ ചുമരുകൾ ഭാഗികമായി തകർന്ന നിലയിലാണ്. സുരക്ഷിതത്വം കണക്കിലെടുത്ത് ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിന്റെ ഈവനിംഗ് കൌണ്ടർ ഹെഡ് ഓഫീസിന് മുകളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. ബാങ്ക് അധികൃതരാണെന്ന വ്യാജേന മൊബൈൽ ഫോണിൽ വിളിച്ച് പണം തട്ടുന്ന സംഘം വടക്കാഞ്ചേരി മേഖലയിൽ സജീവമായി. ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നതെന്നും എടിഎം നമ്പർ ചെക്ക് ചെയ്യുന്നതിനുവേണ്ടി രഹസ്യകോഡ് നമ്പർ എത്രയാണെന്ന് അറിയിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. നമ്പർ കൊടുത്തവരുടെ അക്കൌണ്ടിൽ നിന്ന് 10,000ങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത്തരം 3 പരാതികൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തിവരികയാണെന്ന് എസ്ഐ കൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഇത്തരം തട്ടിപ്പ് കോളുകൾ ശ്രദ്ധിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. വീട്ടിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ 4 പവന്റെ മാല മോഷ്ടാവ് കവർന്നു. പുല്ലഴി ഗ്രൌണ്ടിന് സമീപം താമസിക്കുന്ന തേക്കിൻകാട്ടിൽ അബ്ബാസിന്റെ ഭാര്യ സുബൈദയുടെ മാലയാണ് വാടാനപ്പള്ളി പുതുക്കുളങ്ങരയിലുള്ള മകന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പിറകിലെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നാണ് മോഷ്ടാവ് സുബൈദയുടെ മാല കവർന്നത്. പിടിവലിക്കിടെ സുബൈദയുടെ കൈയിനും കഴുത്തിനും പരിക്കേറ്റു. സംഭവ സമയത്ത് മകനും മരുമകളും വീട്ടിലുണ്ടായിരുന്നു. ശബ്ദം കേട്ട് ഇവർ ഉണർന്നപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. വാടാനപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരളവർമ്മ കോളേജിലെ ബീഫ് ഫെസ്റ്റ് വിവാദത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വീകരിച്ച നടപടി സംബന്ധിച്ച് ഡിസിസിയും കെപിസിസിയും നിലപാട് വ്യക്തമാക്കണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സി സുമേഷ് ആവശ്യപ്പെട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുമേഷ്. കോൺഗ്രസുകാരനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആർഎസ്എസിന്റെയും സംഘപരിവാറിന്റെയും താൽപര്യങ്ങൾക്ക് വഴങ്ങുകയാണ്. ആർഎസ്എസിനെ പിണക്കിയാൽ അഴിമതി ഭരണത്തിന് കോട്ടമാകുമെന്നതിനാലാണ് പ്രസിഡന്റ് ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത്. എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ടി.എൻ. പ്രതാപനെ പോലുള്ളവർ ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞ മട്ടില്ല. വർഗീയ താൽപര്യങ്ങൾക്ക് വേണ്ടി തന്റെ പദവി അടിയറ വയ്ക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.പി. ഭാസ്കരൻ നായരെ പുറത്താക്കുവാൻ കെപിസിസി ചങ്കൂറ്റം കാട്ടണമെന്നും സുമേഷ് അഭിപ്രായപ്പെട്ടു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ചിന് ശേഷം നടന്ന ധർണയ്ക്ക് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ വി സജു അധ്യക്ഷത വഹിച്ചു. ഗ്രീഷ്മ അജയ് ഘോഷ്, മുബാറക് അൻസാർ, സി ജോയ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ബീഫ് ഫെസ്റ്റ് വിവാദത്തെ തുടർന്ന് പുറത്താക്കിയ എസ്എഫ്ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക, മലയാളം അധ്യാപികയായ ദീപ നിശാന്തിനെതിരെയുള്ള പ്രതികാര നടപടി ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. മോഷ്ടിച്ച വസ്ത്രം ധരിച്ച് വീണ്ടും മോഷണത്തിനിറങ്ങിയ തമിഴ് സംഘം ഒല്ലൂർ പോലീസിന്റെ പിടിയിലായി. ഏതാനും ദിവസം മുമ്പ് ഒല്ലൂർ സ്വദേശി അക്കര ബാബുവിന്റെ വീട്ടിൽ നിന്ന് വസ്ത്രങ്ങൾ മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശികളായ വള്ളിയമ്മ, മണികണ്ഠൻ എന്നിവരെയാണ് എസ്ഐ പ്രശാന്ത് ക്ലിന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള വീടിനോട് ചേർന്നുള്ള ഹാർഡ്വെയർ കടയിൽ എത്തി വീണ്ടും മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വസ്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ വീട്ടുടമ നാട്ടുകാരെ വിളിച്ചുകൂട്ടി മോഷ്ടാക്കളെ പിടികൂടി പോലീസിന് കൈമാറി. ശ്രീരാമൻചിറ പാടശേഖരം വെള്ളത്തിൽ മുങ്ങി നെൽകൃഷി നശിക്കാതിരിക്കുവാൻ കെട്ടിയച്ചിറയുടെ സ്ലൂയിസ് കനാൽ തുറന്നു. ഗീതാഗോപി എംഎൽഎ മുൻകൈയെടുത്താണ് കനാൽ തുറന്നത്.
TCV വാർത്തയെ തുടർന്നാണ് MLA അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് സ്ലൂയിസ് കനാൽ തുറക്കുവാൻ തീരുമാനമായത്. അടുത്ത ദിവസം മുതൽ കൊയ്ത്ത് ആരംഭിക്കാമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. 75 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ 65ഓളം കർഷകരാണ് കൃഷിയിറക്കിയിട്ടുള്ളത്. ജ്യോതി ഇനത്തിൽപ്പെട്ട നെല്ല് മറ്റ് കോൾപ്പടവുകളിലെ കർഷകർക്ക് വിത്തിനായി നൽകാറാണ് പതിവ്. 25 വർഷം തരിശായി കിടന്ന ശ്രീരാമൻചെറിയിൽ 2008 മുതലാണ് നെൽകൃഷി പുനരാരംഭിക്കുന്നത്. MLA കൂടാതെ വില്ലേജ് കൃഷി ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും കർഷകരും തദ്ദേശവാസികളും ജനപ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു. സോളിഡാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധീശ ന്യൂനപക്ഷ ഭീകരതയ്ക്കെതിരെ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം സോളിഡാരിറ്റി പബ്ലിക് റിലേഷൻസ് സെക്രട്ടറി സമദ് കുന്നക്കാവ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സാഹിത്യ അക്കാദമി വയലോപ്പള്ളി ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ PB ആരിഫ് അധ്യക്ഷത വഹിച്ചു. ജോയ് കൈതാരത്ത്, KP ശശി, TK വാസു, ഫസൽ കാതിക്കോട്, PB അഖിൽ എന്നിവർ പങ്കെടുത്തു. ലോക കാഴ്ച ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ K. ശ്രീലത ഗുരുവായൂരിൽ നിർവഹിച്ചു. ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബിന്ദു തോമസ് അധ്യക്ഷയായിരുന്നു. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ VV വീനസ് മുഖ്യപ്രഭാഷണം നടത്തി. കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് KK ശ്രീവത്സൻ, ഡോക്ടർ ജോസ് T. ജേക്കബ്, ഗുരുവായൂർ ഹെൽത്ത് സൂപ്രണ്ട് KS ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക കാഴ്ച ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ രചനാ മത്സരവും പ്രധാന വാർത്തകൾ വീണ്ടും. മസ്തിഷ്ക മരണം സംഭവിച്ച ചെറുതുരുത്തി സ്വദേശി അശോകന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. നാടിനഭിമാനമായ അശോകൻ ഇനി മറ്റുള്ളവരിലൂടെ ജീവിക്കും. തൃശൂരിൽ നടന്നത് ആദ്യത്തെ ഹൃദയദാന ശസ്ത്രക്രിയ. ഘടകകക്ഷികളുടെ സീറ്റുകളിൽ ധാരണയാവാത്തതുമൂലം മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടിക നീളുന്നു. തർക്കം പരിഹരിക്കാൻ ഇരു മുന്നണികളിലും ചർച്ചകൾ സജീവം. ആനവേട്ട കേസിൽ കുറ്റവാളികൾ എത്ര പ്രബലന്മാരായാലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഒരു സമൂഹം ഉയർന്നു വരണമെന്നും മന്ത്രി. പെരിഞ്ഞനം ഇരട്ടക്കൊലപാതക കേസിൽ റിപ്പർ ജയാനന്ദനെ സുപ്രീംകോടതി വെറുതെ വിട്ടു. വൈകാരികമായ തെളിവുകളാണ് കേസിൽ പരിഗണിച്ചിരുന്നതെന്നും സുപ്രീംകോടതി. ജില്ലയിലെ തോട്ടം തൊഴിലാളികൾ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് CITU സംസ്ഥാന സെക്രട്ടറി MM വർഗീസ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത് ജ്വല്ലറി.